വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പാറ്റബിൾ ഒബ്സർവേബിൾസ്. അപ്പോൾ ഒബ്സർവേബിൾസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിലെ എനി മെഷറബിൾ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഒബ്സർവേബിൾസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ കൺസിഡർ ടു ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി. അപ്പോൾ അത് രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്പാറ്റബിൾ ആകണമെങ്കിൽ അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ ദേ കമ്മ്യൂട്ട് ഈച്ച് അതർ, ദറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ ബി ഈസ് ഈക്വൽ ടു 0. ഇഫ് ദ ടു ഓപ്പറേറ്റേഴ്സ് ആർ incompatible operator, then AB they are not commute to each other, that is AB is not equal to 0. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് സ്ക്വയർ ആൻഡ് എസ് എക്സ് അത് കമ്മ്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സോ എസ് സ്ക്വയർ കോമ എസ് എക്സ് ഈക്വൽ ടു 0. സോ എസ് സ്ക്വയർ ആൻഡ് എസ് എക്സ് ആർ കമ്പാറ്റബിൾ ഓപ്പറേറ്റേഴ്സ്. ബട്ട് ഡിഫറെൻറ്റ് സ്പിൻ കമ്പോണൻസ്, ഇപ്പോൾ എസ് എക്സ് എസ് വൈ അല്ലെങ്കിൽ എസ് വൈ എസ് സെഡ് അല്ലെങ്കിൽ എസ് സെഡ് എസ് എക്സ് ഇതൊക്കെ തന്നെ എന്താണ്, they are not commute to each other. It is not equal to 0. So Sx and Sy are incompatible operators. രണ്ട് compatible operators നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, എ ആൻഡ് ബി, ആൻഡ് ഹാവിങ് ഐഗൻ കെറ്റ്സ്. എയുടെ ഐഗൻ കെറ്റ്സ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഐഗൻ കെറ്റ്സ്, ദാറ്റ് ഈസ് A1 A2 A3 എക്സെട്ര അപ് ടു അപ്പോൾ എത്രയാണോ ആ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ വരിക അത്രയും നമ്പർ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ഐഗൻ കെറ്റ്സിനെ നമ്മൾ സെറ്റ് ഓഫ് ഐഗൻ കെറ്റ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു തിയറം ആണ്. തിയറം എന്ന് പറഞ്ഞാൽ സപ്പോസ് എ ആൻഡ് ബി ആർ കമ്പാറ്റബിൾ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദി ഐഗൻ വാല്യൂസ് ഓഫ് എ ആർ നോൺ ഡീജനറേറ്റ്. അപ്പോൾ എയും ബിയും കമ്പാറ്റബിൾ ഓപ്പറേറ്റേഴ്സ് ആണ്. എയുടെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് നോൺ ഡീജനറേറ്റ് ആണ്. എന്താണ് നോൺ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു ഐഗൻ വാല്യൂ, സപ്പോസ് A1 എന്ന് പറയുന്ന ഒരു ഐഗൻ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സ്റ്റേറ്റ് ഉണ്ട് അല്ലേ, ഐഗൻ കെറ്റ് ഉണ്ട്. അല്ലെങ്കിൽ എ ഡബിൾ പ്രൈം ഇങ്ങനെ ഒരു ഐഗൻ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഐഗൻ കെറ്റ് ഉണ്ട്. സപ്പോസ് A1 ഈക്വൽ ടു, ഇപ്പോൾ A1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ A1, അതുപോലെ തന്നെ മറ്റൊരു ഐഗൻ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ A1 തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് സെയിം ഐഗൻ വാല്യൂസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡീജനറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂ ആണെങ്കിൽ നോൺ ഡീജനറേറ്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഈ എനർജി ലെവൽസ് ഒക്കെ പഠിക്കാറുണ്ടല്ലോ, അപ്പോൾ അതിൽ പറയാറുണ്ടല്ലോ എനർജി ലെവൽസ് ഡീജനറേറ്റ് എനർജി ലെവൽസ് അല്ലെങ്കിൽ നോൺ ഡീജനറേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡീജനറേറ്റ് മീൻസ് സെയിം എനർജി ലെവലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സെയിം ഐഗൻ വാല്യൂ ആണ് ഡീജനറേറ്റ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് നോൺ ഡീജനറേറ്റ് എന്ന് പറയും. സോ എ ആൻഡ് ബി ആർ കമ്പാറ്റബിൾ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദി ഐഗൻ വാല്യൂസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, ഡീജനറേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ മെട്രിക്സ് ഓഫ് ബി ഡിഫൈൻഡ് ഇൻ ദ ഐഗൻ കെറ്റ്സ് ഓഫ് എ ഈസ് ഡയഗണൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണല്ലേ. അപ്പോൾ ഓപ്പറേറ്ററെ നമുക്ക് മെട്രിക്സ് എലമെൻ്റ് ആയിട്ടൊക്കെ മെട്രിക്സിൻ്റെ രീതിയിൽ നമുക്ക് എഴുതാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വേറൊരു പ്രത്യേകത എന്താണ്, ദ മെട്രിക്സ് ബി ഡിഫൈൻഡ് ഇൻ ദി ഐഗൻ കെറ്റ്സ് ഓഫ് എ. മെട്രിക്സ് ബി ഡിഫൈൻഡ് ഇൻ ദി ഐഗൻ കെറ്റ്സ് ഓഫ് എ ഇൻ ടേംസ് ഓഫ് എയുടെ ഐഗൻ കെറ്റ്സ് ഏതാണ്, A1 അല്ലെങ്കിൽ എ ഡബിൾ പ്രൈം, എ ട്രിപ്പിൾ പ്രൈം എക്സെട്ര അല്ലേ, ഇതാണ് ഐഗൻ കെറ്റ്സ്. അപ്പോൾ ബി എന്ന് പറയുന്ന മെട്രിക്സ് വി ആർ ഡിഫൈനിങ് ഇൻ ടേംസ് ഓഫ് ദി ഐഗൻ കെറ്റ്സ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ അത് ഡയഗണൽ ആയിരിക്കും. ഏതൊക്കെ കണ്ടീഷൻ വരണം, എയും ബിയും കമ്പാറ്റബിൾ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വാല്യൂസ് നോൺ ഡീജനറേറ്റ് ആയിരിക്കണം, ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസ് ആയിരിക്കും ഉണ്ടാകേണ്ടത്. അതായത് എ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു എ ഡബിൾ പ്രൈം. ഇപ്പോൾ രണ്ട് ഐഗൻ വാല്യൂ കൺസിഡർ ചെയ്യണം, A1 A2 രണ്ട് ഐഗൻ വാല്യൂസ് ആണെങ്കിൽ ദേ ആർ നോട്ട് ഈക്വൽ. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റും ദ മെട്രിക്സ് ഓഫ് ബി ഡിഫൈൻഡ് ഇൻ ദി ഐഗൻ കെറ്റ്സ് ഓഫ് എ ഈസ് എ ഡയഗണൽ മെട്രിക്സ്. ഇനി അപ്പോൾ ബി ഇൻ ടേംസ് ഓഫ് എ പറയുന്നതിന് മുന്നേ എ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഓൺ ഐഗൻ കെറ്റ്സിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. Matrix of an operator A is diagonal in its own eigenkets. അതിൻ്റെ eigenkets എന്താണ്, A prime, A double prime എക്സെട്ര, അല്ലെങ്കിൽ A1 A2 A3 എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബിയിലേക്ക് പോകാം. അപ്പം മെട്രിക്സ് എലമെൻറ്റ് ഓഫ് എ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ദാറ്റ് ഈസ് ബ്രാ വെക്റ്റർ A double prime
എ get എ പ്രൈം വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പം നമുക്കറിയാം ഒരു ഹെർമിഷ്യൻ ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ, ഈ ഓപ്പറേറ്റർ എന്താണ്, ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ എ ഐഗൻ ഗെറ്റ് എ പ്രൈം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻ ഐഗൻ വാല്യൂ കിട്ടും, ഇറ്റ് ഈസ് ദി ഐഗൻ ഗെറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എ ഡബിൾ പ്രൈം എ പ്രൈം എ. അപ്പോൾ ഇവിടെ എ പ്രൈം എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഐഗൻ വാല്യൂ ആണ്. നമുക്കറിയാം ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് റിയൽ ആണ്. സോ നമുക്ക് ഇതിൻ്റെ ബ്രാക്കറ്റിന് പുറത്തെടുക്കാൻ പറ്റും. സോ എ പ്രൈം ദെൻ ദിസ് ഇന്നർ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ക്രോണക്കൽ ഡെൽറ്റ യൂസ് ചെയ്യാം അല്ലേ. അതായത് ഇപ്പോൾ എ പ്രൈം ഈസ് ഈക്വൽ ടു എ ഡബിൾ പ്രൈം ആണെങ്കിൽ ഇത് 1 ആകും. ബാക്കി എല്ലാ കേസിലും എന്താണ്, ദേ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ, 0 വരും. സോ എ പ്രൈം ഡെൽറ്റ എ പ്രൈം എ ഡബിൾ പ്രൈം നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിയേ, എ പ്രൈം ഇസ് ഈക്വൽ ടു എ ഡബിൾ പ്രൈം വരുന്ന കേസിൽ മാത്രമാണ് നമുക്ക് ഈ വാല്യൂ 1 ആകുന്നത്. അതായത് ഇവിടെ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. എ പ്രൈം നോട്ട് ഈക്വൽ ടു എ ഡബിൾ പ്രൈം എന്നുള്ള കേസിലെല്ലാം തന്നെ എന്ത് വരും, ഇത് 0 വരും. അപ്പോൾ ഇതെന്തായിരിക്കും, ഈ മെട്രിക്സ് എന്ത് മെട്രിക്സ് ആയിരിക്കും, ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും അല്ലേ. നമുക്കറിയാം സാധാരണ ഇപ്പം A11 A12 A13 എക്സെട്ര, അതുപോലെ തന്നെ A21 A22 A3, അതുപോലെ തന്നെ A31 A32 A33. അപ്പോൾ A1 ഈക്വൽ എ പ്രൈം ഈക്വൽ ടു എ ഡബിൾ പ്രൈം, ഈ ഇൻഡിസസ് 1 ഇവിടെ 1 1 സെയിം ആണ് വരുന്നത്, 2 2 സെയിം ആണ് വരുന്നത്, 3 3 സെയിം ആണ് വരുന്നത്. ആ കേസിൽ മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ. ബാക്കി എല്ലാ കേസിലും എന്ത് വരും, ഇത് 0 ആകും. സോ ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ആദ്യം ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പക്ഷേ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇഫ് ആൻ ഓപ്പറേറ്റർ മെട്രിക്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഈസ് ഡയഗണൽ ഇൻ ഇറ്റ്സ് ഓൺ ഐഗൻ ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എടുത്തു, അതിൻ്റെ ഐഗൻ ഗെറ്റ്സ് എ ഡബിൾ പ്രൈം ആണ്, അത് തന്നെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാൻ പറ്റും, അതൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മുടെ തിയറത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വേറൊന്നാണ്, എന്താണ് ബി എന്ന മെട്രിക്സ്, എന്നാൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൻ ഗെറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ കേസിൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രൂഫ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദേ ആർ കമ്പാറ്റബിൾ ഓപ്പറേറ്റേഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ദിസ് കണ്ടീഷൻ ഇസ് ഈക്വൽ ടു 0. ഇനി കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് തന്നെ ഒരു ഓപ്പറേറ്ററാണ്. സോ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. അതായത് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്ററിനെ നമുക്ക് മെട്രിക്സ് എലമെൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹിയർ എ ഈസ് ആൻ ഓപ്പറേറ്റർ, ഹിയർ ഇവിടെ കമ്മ്യൂട്ടേറ്റർ പറഞ്ഞുകൊണ്ട് കമ്മ്യൂട്ടേറ്റർ ഈസ് ആൻ ഓപ്പറേറ്റർ, അതിനെ നമുക്ക് മെട്രിക്സ് എലമെൻറ്റ് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെട്രിക്സ് എലമെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി എ ബി എന്ന് പറയുന്നത് എന്താണ്, എ ബി മൈനസ് ബി എ. സോ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുവാണ്, എ ഡബിൾ പ്രൈം എ ബി എ പ്രൈം മൈനസ് എ ഡബിൾ പ്രൈം ബി എ പ്രൈം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഹെർമിഷ്യൻ ഓപ്പറേറ്ററാണ്. ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ എ ഡാഗർ ഇസ് ഈക്വൽ ടു എ. ഈ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഞാൻ ഈ ബ്രാക്കറ്റിനടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എ ഡാഗർ വരണം, ബട്ട് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് എ ഡാഗർ ഇസ് ഈക്വൽ ടു എ നമുക്ക് എഴുതാം. സോ നമുക്ക് ഈ ഇതിനെ ഇങ്ങനെ എഴുതാം, എ ഡബിൾ പ്രൈം എ ദെൻ ബി ഇസ് ദ ഓപ്പറേറ്റർ എ പ്രൈം മൈനസ് എ ഡബിൾ പ്രൈം ബി എ പ്രൈം ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്കറിയാലോ എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ഈസ് ആക്ടിങ് ഓൺ എ ഗെറ്റ് ആൻഡ് വിൽ ഗെറ്റ് ഐഗൻ വാല്യൂ അല്ലേ. പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്റ്റേറ്റും ഇവിടെ കാണും. അപ്പോൾ ഈ റിസൾട്ട് അതുപോലെ തന്നെ ഈ റിസൾട്ട്, ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, ഇവിടെ എ ഡബിൾ പ്രൈം അതുപോലെ തന്നെ ഈ എ പ്രൈം എന്ന് പറയുന്ന രണ്ടും എന്താണ്, ഐഗൻ വാല്യൂ ആണ്. ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് റിയൽ വാല്യൂ ആണ്, റിയൽ നമ്പറാണ്. നമുക്ക് ബ്രാക്കറ്റിന് പുറത്തെടുക്കാം. അതിന് ശേഷമാണ് ഈ എഴുതിയിരിക്കുന്നത്. സോ എ ഡബിൾ പ്രൈം then this a bra vector a double prime b get a prime minus a prime, this also a real value, a double prime b a prime is equal to 0. അപ്പോൾ ഇവിടെ എ ഡബിൾ പ്രൈം ബി എ പ്രൈം ഉണ്ട്, ഇവിടെ എ ഡബിൾ പ്രൈം ബി എ പ്രൈം ഉണ്ട്. അപ്പോൾ രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് പറ്റും. സോ എ ഡബിൾ പ്രൈം മൈനസ് എ പ്രൈം ഇൻറ്റു എ ഡബിൾ പ്രൈം ബി എ പ്രൈം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോൺ ഡീജനറേറ്റ് എന്ന് പറയുന്നൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. നോൺ ഡീജനറേറ്റ് മീൻസ് എ ഡബിൾ പ്രൈം ഇസ് നോട്ട് ഈക്വൽ ടു എ പ്രൈം, ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂ ആണ്.
ഇപ്പോൾ എ പ്രൈം എന്ന് പറയുന്ന ഒരു കെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വാല്യൂ, അല്ലെങ്കിൽ എ ഡബിൾ പ്രൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു ഐഗൺ വാല്യൂ, അങ്ങനെ സെയിം വാല്യൂ വരില്ല, ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസ് ആണ് വരുന്നത്. അതായത് എ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു എ പ്രൈം. അങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും 0 വരിക? ദിസ് ടേം ഈസ് 0. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് എ മെട്രിക്സ് എലമെൻറ്റ് അല്ലേ? ഇതൊക്കെ എന്താണ്? മെട്രിക്സ് എലമെൻ്റ് ആണ്. ഇതെന്തിൻ്റെ മെട്രിക്സ് എലമെൻ്റ് ആണ്? ബിയുടെ മെട്രിക്സ് എലമെൻ്റ് ആണ്. എന്നാൽ ബിയുടെ മെട്രിക്സ് എലമെൻറ്റ് ഏത് ടേമിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഏത് ഐഗൺ കെറ്റിലാണ്? എയുടെ ഐഗൺ കെറ്റിൻ്റെ ടേമിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബിയുടെ മെട്രിക്സ് എലമെൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്, ഇപ്പം നമുക്കറിയാലോ, ഇത് രണ്ട് ഓർത്തോഗണലല്ല, നോൺ ഡീജനറേറ്റ് ആണെന്ന് പറഞ്ഞു. നോൺ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ എ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു എ പ്രൈം. ഇവിടെ എ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു എ പ്രൈം അല്ലേ? ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു ദിസ് വൺ. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആകണം. എ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു എ ഡബിൾ പ്രൈം. ആ കേസിൽ ഇതെന്ത് മെട്രിക്സ് ആണ്? ഇതൊരു ഓഫ് ഡയഗണൽ മെട്രിക്സ് എലമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കണം? ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. അതായത് എ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു എ ഡബിൾ പ്രൈം. ഈ കേസിലെല്ലാം തന്നെ ആ എലമെൻറ്റ് എന്ത് വരുമെന്നാണ് പറഞ്ഞത്? 0 വരുമെന്നാണ് പറഞ്ഞത്. ആ എലമെൻ്റ് എല്ലാം 0 വരുമെങ്കിൽ ഇപ്പം A11, A12, അതുപോലെ തന്നെ A13, A21, A22 ആൻഡ് A33. അപ്പോൾ ഇതിൽ എ പ്രൈം നോട്ട് ഈക്വൽ ടു എ ഡബിൾ പ്രൈം എന്ന കേസ് എന്താ? ഇതൊക്കെ എന്താകും? 0 വരും. ബാക്കി എന്ത് എലമെൻറ്റ്സ് ആണ്? ഡയഗണൽ മാത്രമാണുള്ളത്. സോ ബി ഈസ് എ ഡയഗണൽ മെട്രിക്സ്. ഇനി ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കൊറോളറി, ദറ്റ് ഈസ് ദി ഐഗൺ കെറ്റ്സ് ഓഫ് എ ആർ ഓൾസോ ദി ഐഗൺ കെറ്റ്സ് ഓഫ് ബി. ഇപ്പോൾ ഐഗൺ കെറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ പ്രൈം, എ ഡബിൾ പ്രൈം ഇതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബിയുടെ ഐഗൺ കെറ്റും എന്ത് തന്നെയാണ്? ആ സെയിം ഐഗൺ കെറ്റ്സ് തന്നെയാണ് ബിയുടേതും എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം. ആദ്യം അതിൻ്റെ മെട്രിക്സ് എലമെൻറ്റ് എഴുതുകയാണ്. എ ഡബിൾ പ്രൈം ബി എ പ്രൈം ഇസ് ഈക്വൽ ടു ക്രോണക്കൽ ഡെൽറ്റ എ പ്രൈം എ ഡബിൾ പ്രൈം എ പ്രൈം ബി എ പ്രൈം. അതായത് ശരിയാണ്. എന്തുകൊണ്ട് പറയാം? എ ഡബിൾ പ്രൈം ഇസ് ഈക്വൽ ടു എ പ്രൈം വന്നാൽ ഇത് 1 ആകും അല്ലേ? ഇത് 1 ആകും. 1 ആകുമ്പോൾ എ പ്രൈം ഇസ് ഈക്വൽ ടു എ ഡബിൾ പ്രൈം ആണെങ്കിൽ ഇവിടെ എ പ്രൈം നമുക്ക് എഴുതാമല്ലോ. അല്ലാത്ത കേസിലൊക്കെ എന്ത് വരും? നമുക്ക് 0 വരും. ഏത് കണ്ടീഷൻ വരും? ഈ കണ്ടീഷൻ വരും അല്ലേ? എ ഡബിൾ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു എ പ്രൈം എന്നുള്ള കേസാണെങ്കിൽ ഈ കണ്ടീഷൻ വരും. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇഫ് എ ഡബിൾ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു എ പ്രൈം ദിസ് ഈക്വൽ ടു 0. ഇപ്പോൾ എ ഡബിൾ പ്രൈം ഈസ് ഈക്വൽ ടു എ പ്രൈം ആണെങ്കിൽ ഡെൽറ്റ ഇത് 1 വരും. ഇവിടെയൊക്കെ എന്ത് വരും? എ പ്രൈമും വരും. ഇനി കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ബിയുടെ രണ്ട് ഭാഗത്തും ലെഫ്റ്റും റൈറ്റും ഈ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് വന്നു എ പ്രൈം എ ഡബിൾ പ്രൈം, ദെൻ ദിസ് ഔട്ടർ പ്രൊഡക്റ്റ്, ദെൻ ബി എഴുതുന്നു, അതിനുശേഷം ഈ ഒരു ഔട്ടർ പ്രൊഡക്റ്റ് എഴുതുന്നു. ഇനി ഈ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇതാണല്ലോ അല്ലേ? അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ ഡബിൾ പ്രൈം ബി എ പ്രൈം ഇതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം 2 സമ്മേഷൻ വരും. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോണക്കൽ ഡെൽറ്റ പ്രസൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സമ്മേഷൻ മാത്രമേ കാണത്തുള്ളൂ. വെൻ എ പ്രൈം ഇസ് ഈക്വൽ ടു എ ഡബിൾ പ്രൈം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എ ഡബിൾ പ്രൈം വരും. ഇവിടെ എ ഡബിൾ പ്രൈം വരും. എ പ്രൈം ഇസ് ഈക്വൽ ടു എ ഡബിൾ പ്രൈം വരുമ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും. അപ്പോൾ അത് ഞാൻ 1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് ഈ എ പ്രൈം എന്നുള്ളത് എന്താ വന്നേ? എ ഡബിൾ പ്രൈം വന്നു. ബി എഴുതി. ഇവിടെ എ പ്രൈം ഈസ് എ ഡബിൾ പ്രൈം, ഇവിടെ എ പ്രൈം ഈസ് എ ഡബിൾ പ്രൈം. ഒരു സമ്മേഷനാണ് നമ്മളെടുത്തത് എ ഡബിൾ പ്രൈം എ പ്രൈം എന്നുള്ളത്. ഇനി ഇഫ് ബി ഈസ് ആൻ ഓപ്പറേറ്റർ അല്ലേ? സോ ബി ഈസ് ആൻ ഓപ്പറേറ്റർ വിച്ച് ഈസ് ആക്ടിങ് ഓൺ എ കെറ്റ് എ പ്രൈം. ബി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഒരു ഐഗൺ കെറ്റിൽ, എ എന്ന് പറയുന്ന ഒരു ഐഗൺ കെറ്റിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൺ വാല്യൂ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഐഗൺ വാല്യൂ നമുക്ക് എന്തെങ്കിലും ഒരു ഐഗൺ വാല്യൂ, ഒരു സ്കെയിലർ ആണല്ലോ, ഒരു ഐഗൺ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൺ ഈ കെറ്റ് തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം ബിയുടെ ഐഗൺ കെറ്റും എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് ബിയുടെ ഐഗൺ കെറ്റും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ചെയ്യാൻ പോകുന്നത്. സോ
ബി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എ എന്ന് പറയുന്ന ഒരു ഐഗൻ ഗെറ്റിൽ ആക്ട് ചെയ്യുന്നു. സോ ബി ഇതാണ് അല്ലേ, ബി ഞാൻ ഇത്രയും എഴുതി, അതിന് ശേഷം ഇവിടെ എന്താണ് ഐഗൻ ഗെറ്റിൽ അത് ആക്ട് ചെയ്യുന്നു. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ ഓഫ് ഐഗൻ ഗെറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെൽറ്റ എ ക്രോണക്കൽ ഡെൽറ്റ എ പ്രൈം എ ഡബിൾ പ്രൈം, അതായത് എ പ്രൈം എ ഡബിൾ പ്രൈം ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഈസ് നോട്ട് ഈക്വൽ ആണെങ്കിൽ 0 ആകും, ഈക്വൽ ആണെങ്കിൽ അത് 1 ആകും. അപ്പോൾ ഇവിടെ ഡെൽറ്റ എ പ്രൈം എ ഡബിൾ പ്രൈം കൊടുത്തു. ഇനി നമ്മൾ ഈ സമ്മേഷനും കൂടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ സമ്മേഷനും കൂടെ അപ്ലൈ ചെയ്യുമ്പം ഇതെന്താകും, ഇത് 1 ആവും. ബാക്കി എ ഡബിൾ പ്രൈം എന്താകും, എ പ്രൈം ആകും. ഇവിടെ എ ഡബിൾ പ്രൈം എ പ്രൈം ആകും. ബി എഴുതി എ ഡബിൾ പ്രൈം എ പ്രൈം ആകും. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു മെട്രിക്സ് എലമെൻ്റ് ആണ് അല്ലേ. എന്തിൻ്റെ മെട്രിക്സ് എലമെൻ്റ് ആണ്, ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ മെട്രിക്സ് എലമെൻ്റ് ആണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് ഞാനിവിടെ ബി പ്രൈം എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഞാൻ കൊടുക്കുന്നു ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഇത് എന്ത് എഴുതും, ബി എ പ്രൈം ഇസ് ഈക്വൽ ടു ബി പ്രൈം എ പ്രൈം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഐഗൻ വാല്യൂ ഇക്വേഷൻ ആണ് അല്ലേ. ആൻ ഓപ്പറേറ്റർ ഈസ് ആക്ടിങ് ഓൺ ആൻ ഐഗൻ ഗെറ്റ് ആൻഡ് ദർ ഈസ് ആൻ ഐഗൻ വാല്യൂ ആൻഡ് corresponding to there is an eigen get. So this is an eigenvalue equation of operator B. So A prime is an eigen get of B എന്ന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി അതെന്തായിരുന്നു, ഐഗൻ ഗെറ്റ് ഓഫ് എ ആയിരുന്നു. ഐഗൻ ഗെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെയും കൂടി ഐഗൻ ഗെറ്റാണ്. ഇതിപ്പോൾ ഒരു ഓപ്പറേറ്ററിൻ്റെ കേസ് മാത്രമാണ് നമ്മൾ ഒരു ഐഗൻ ഗെറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോ നമുക്കൊരു സെറ്റ് ഓഫ് ഐഗൻ ഗെറ്റ് എ പ്രൈം എന്ന ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഐഗൻ ഗെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ സെറ്റ് ഓഫ് ഐഗൻ ഗെറ്റ് എ ഈസ് എ സെറ്റ് ഓഫ് കോമൺ ഐഗൻ ഗെറ്റ് ഓഫ് എ ആൻഡ് ബി. ഇവിടെ എഴുതിയിട്ടുണ്ട്, എ സെറ്റ് ഓഫ് ഐഗൻ ഗെറ്റ് എ പ്രൈം ഈസ് എ കോമൺ ഐഗൻ സെറ്റ് ഓഫ് ഐഗൻ ഗെറ്റ് ഓഫ് എ ആൻഡ് ബി. അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ്, കോമണിന് പകരം നമുക്ക് സൈമിൾട്ടേനിയസ് എന്നും കൂടി കൊടുക്കാം. അറ്റ് ദി സെയിം ടൈം നല്ല ഉദ്ദേശിക്കുന്നത് കോമൺ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുന്നത്. എ പ്രൈം ഈസ് എ സെറ്റ് ഓഫ് സൈമിൾട്ടേനിയസ് ഐഗൻ ഗെറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന ഐഗൻ ഗെറ്റാണ് ഈ സെറ്റ് ഓഫ് എ പ്രൈം എന്ന് പറയുന്നത്.